അനന്തു കൃഷ്ണന്റെ 1000 കോടിയുടെ പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രളയം. നൂറുകണക്കിന് ആളുകൾ പരാതിയുമായി ഇന്നും രംഗത്തെത്തി. തട്ടിപ്പിൽ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളാണ് അനന്തു കൃഷ്ണന്റെ കൂട്ടുപ്രതികളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. അനന്തു കൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊടുത്തേക്കണ 1000 ചില്ലാനം വനിതകളുണ്ട് ഈ പറവൂര് മാത്രം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ച് ഫണ്ട് അടിച്ചത് ഇതിൽ പ്രമുഖരായ വ്യക്തികൾ വന്നിട്ടാണ് ഇതിന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ 3 മിഷൻ്റെ പൈസ ഞങ്ങൾ പഞ്ചായത്ത് ചെയർപേഴ്സൻ്റെ കയ്യിലാണ് കൊടുത്തിട്ട് 3 മാസമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം 3 മാസമായിട്ടും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെന്ന് ചോദിച്ചപ്പം കുറച്ചുകൂടെ താമസിക്കുമെന്നിങ്ങനെ പറഞ്ഞു. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖല എത്താത്ത ജില്ലകളുമില്ല. അറസ്റ്റിന് തൊട്ടുമുമ്പും അനന്തു കൃഷ്ണൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമായാണ് വീഡിയോ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുകയടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് ഉൾപ്പെടെ തട്ടിപ്പിനിരയായി. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയും തട്ടിപ്പ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇടുക്കിയിൽ തട്ടിപ്പിനിരയായവരുടെ തീരുമാനം. അനന്തു കൃഷ്ണന്റെ കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. അനന്തു കൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ കോടതിയുടേതാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പെൻഡ്രൈവുകളും പിടിച്ചെടുത്തു. അനന്തു കൃഷ്ണന്റെ പേരിലുള്ള 19 അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. ഇയാളുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.